2025 ജൂണിൽ നടക്കാനിരിക്കുന്ന ഹജ്ജിന് മുന്നോടിയായി സൗദി അറേബ്യ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് നിരവധി കർശന നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ഈ വർഷം ഹജ്ജിന് കുട്ടികളെ അനുവദിക്കില്ലെന്ന സൗദിയുടെ സ്ഥിരീകരണം. ഈ വർഷം കുട്ടികളെ ഹജ്ജിന് കൊണ്ടുപോകുന്നതിൽ നിന്ന് തീർത്ഥാടകർക്ക് രാജ്യം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ കർശനമായ വിസ നിയമങ്ങൾ, മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ, നവീകരിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്താണ്? അത് തീർത്ഥാടകരെ എങ്ങനെ ബാധിക്കും? ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ആദ്യം തന്നെ കുട്ടികൾക്കുള്ള വിലക്കാണ്. ഈ വർഷം ഹജ്ജിന് കുട്ടികളെ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും കടുത്ത തിരക്ക് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും ഹജ്ജ് തീർത്ഥാടന വേളയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ലഘൂകരിക്കുന്നതിനുമാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ ഈ വർഷം ഹജ്ജിന് ആദ്യമായി എത്തുന്ന തീർത്ഥാടകർക്ക് മുൻഗണന നൽകുമെന്നും സ്ഥിരീകരണമുണ്ട്. ഇനിയുള്ളത് കർശനമായ വിസ നിയമങ്ങളാണ്. കുട്ടികൾക്കുള്ള വിലക്കിനൊപ്പം സൗദി അറേബ്യ വിസ നയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനങ്ങൾ എന്നിവയ്ക്കായുള്ള മൾട്ടി എൻട്രി വിസകൾ സർക്കാർ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി 1 മുതൽ ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് 30 ദിവസത്തെ സാധുതയുള്ള സിംഗിൾ എൻട്രി വിസയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ. അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നിവിടങ്ങളിൽ നിന്ന് സന്ദർശിക്കുന്നവരെയാണ് നിയമങ്ങൾ ബാധിക്കുന്നത്. വലിയ തിരക്കിലേക്ക് നയിക്കുന്ന അനുവദനീയമല്ലാത്ത ഹജ്ജ് തീർത്ഥാടനം തടയുകയാണ് ഈ നടപടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മുമ്പ് സൗദി അറേബ്യയിലേക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയുള്ള നിരവധി പേർ രജിസ്ട്രേഷൻ ഇല്ലാതെ ഹജ്ജിൽ പങ്കെടുത്തിരുന്നു. അതും ഈ നീക്കത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. പുതിയ വിസ നിയമം അനുസരിച്ച് തീർത്ഥാടകർ ഇപ്പോൾ കൂടുതൽ സങ്കീർണവും അതുപോലെ ചെലവേറിയതുമായ പ്രക്രിയയിലൂടെയാണ് പുണ്യസ്ഥലത്ത് എത്തിച്ചേരുന്നത്. രാജ്യം സന്ദർശിക്കുന്നതിൽ പ്രധാനികളായ ഒന്നായതിനാൽ ഈ നീക്കം ഇന്ത്യക്കാരെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2022 മാത്രം ഏകദേശം 25 ലക്ഷം ഇന്ത്യക്കാർ സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. സൗദി സർക്കാർ ഇന്ത്യൻ തൊഴിലാളികൾക്കായി കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തി ഒരു മാസത്തിന് ശേഷമാണ് ഈ ഒരു വികസനം വരുന്നത്. അതിൽ സൗദി തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ അംഗീകാരത്തിന് മുമ്പ് അവരുടെ പ്രൊഫഷണൽ, അക്കാദമിക് യോഗ്യതകളുടെ മുൻകൂർ വെരിഫിക്കേഷനും പൂർത്തിയാക്കണം. അടുത്തത് പുതിയ പേയ്മെന്റ് പ്ലാനുകളെ കുറിച്ചാണ്. ഹജ്ജ് 2025 സീസണിലേക്കുള്ള രജിസ്ട്രേഷൻ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. സൗദി പൗരന്മാർക്കും താമസക്കാർക്കും നുസൂക്ക് ആപ്പ് വഴിയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയോ രജിസ്റ്റർ ചെയ്യാം. പുതിയ നിയമങ്ങൾ അനുസരിച്ച് അപേക്ഷകർ സ്വന്തം വിവരങ്ങളും കൂടെ യാത്ര ചെയ്യുന്നവരുടെ വിവരങ്ങളും പരിശോധിച്ച് രജിസ്റ്റർ ചെയ്യണം. നുസൂക്ക് ആപ്പിൽ ഹജ്ജ് പാക്കേജ് വിൽപ്പന ആരംഭിക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പിന്റെ പ്രാധാന്യവും മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ആഭ്യന്തര തീർത്ഥാടകർക്കായി മന്ത്രാലയം പുതിയ തവണ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് ഓപ്ഷനുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് 3 ഗഡുക്കളായി ഹജ്ജ് പാക്കേജുകൾക്ക് പണമടയ്ക്കാം. റിസർവേഷൻ നടത്തി 72 മണിക്കൂറിനുള്ളിൽ 20% നിക്ഷേപവും റമദാൻ 20-നും ഷവ്വാൽ 20-നും 40% വീതമുള്ള 2 തുല്യ പേയ്മെന്റുകളും പൂർത്തിയാക്കണം. പക്ഷേ അവസാന പേയ്മെന്റ് ലഭിക്കുന്നത് വരെ റിസർവേഷനുകൾ സ്ഥിരീകരിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി സൗദി മന്ത്രാലയം സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനുള്ള ആധുനിക ഇന്റലിജൻസ് സംവിധാനങ്ങൾ, നവീകരിച്ച ടെന്റ് ക്യാമ്പുകൾ, കാൽനട പാതകൾ തുടങ്ങിയ നൂതന അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി നിരവധി നടപടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ഹജ്ജ് സീസൺ ജൂൺ 4 മുതൽ 6 വരെ ചന്ദ്രന്റെ ദർശനത്തെ ആശ്രയിച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നിർവഹിക്കാൻ ഇസ്ലാമിൽ നിർബന്ധിത മതപരമായ കടമയാണ് മക്കയിലേക്കുള്ള ഈ ഒരു തീർത്ഥാടനം. 2024 1200-ലധികം തീർത്ഥാടകർ കടുത്ത ചൂടിലും അതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരുടെ ഗണ്യമായ എണ്ണം പ്രതിസന്ധിക്ക് കാരണമായതായി അധികൃതർ വിശ്വസിക്കുന്നുണ്ട്. 2024 18 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു. ഇതിൽ 22 രാജ്യങ്ങളിൽ നിന്നുള്ള 16 ലക്ഷത്തിലധികം പേരും ഏകദേശം 2,22,000 സൗദി പൗരന്മാരും താമസക്കാരും ഉൾപ്പെടുന്നുവെന്ന് സൗദി ഹജ്ജ് അധികൃതർ അറിയിച്ചു. ഹജ്ജ് യാത്രയിൽ തിരക്ക് വളരെ സാധാരണമാണ്. 2015 ഹജ്ജിനിടെ മിനയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 2400 തീർത്ഥാടകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് തീർത്ഥാടനത്തെ ബാധിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായ സംഭവമാണ്. അതുപോലെ തന്നെ 1990 തിക്കിലും തിരക്കിലും പെട്ട് 1426 പേരുടെ മരണത്തിനിടയായ സംഭവമാണ് ഹജ്ജിലെ രണ്ടാമത്തെ വലിയ മാരകമായ അപകടം.